എല്ലാവർക്കും ബിബിക്കുട്ടൻസ് ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ വിശകലനമാണ്. പൂരം നക്ഷത്രത്തെക്കുറിച്ച് നമുക്ക് അറിയാത്ത കുറേയധികം രഹസ്യങ്ങളുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നയാളാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പൂരം നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രം വളരെയധികം ഒരുപാട് അനുഗ്രഹങ്ങളുള്ള നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർ ഇതൊന്നും ചിലപ്പോൾ അറിയാതെയാണ് പോകുന്നത്. ലൈഫിൽ അവർ രക്ഷപ്പെടുന്ന സമയത്ത് ഇവരുടെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാമെന്നുള്ള രഹസ്യം ഇവർക്ക് അറിയണമെന്നില്ല. അങ്ങനെ അറിയത്തില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇവർ പരാജയത്തിലൊക്കെ പോയി ചാടാനായിട്ട് കാരണം. എങ്കിലും ഭൂരിഭാഗവും പൂരം നക്ഷത്രക്കാർ വിജയിക്കാറാണ് പതിവ്. പൂരം നക്ഷത്രം ജനിച്ചു കഴിയുമ്പോൾ ശരിക്കും ആദ്യ കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് സമൂഹത്തിൽ നിന്നൊക്കെ ഒരുപാട് കുത്തുവാക്കുകൾ, അവഗണന, അപമാനങ്ങൾ തുടങ്ങിയവർ കുട്ടിക്കാലത്തെ ലഭിക്കുന്നതുകൊണ്ട് തന്നെ സമൂഹത്തോടൊരു പുച്ഛവും വെറുപ്പും ദേഷ്യവും ഒക്കെ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ ഇതിലൂടെ ഇവർ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിന് വളരെയധികം തളർച്ചയോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് വരാറില്ല. ഈ വരുന്ന അനുഭവത്തിൽ നിന്ന് ഇവർ വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കും. ഈ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഓരോ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇവർ മുന്നോട്ട് പോകാനുള്ള ശക്തി കണ്ടെത്തും. ഇനി അതുപോലെ തന്നെ ഇവരൊരു ക്ലാസ്സിൽ ചേരുകയാണെന്ന് കരുതുക. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് പൂരം പൊടിപൂരം എന്നാണ് അറിയപ്പെടുന്നത്. പൂരം പൊടിപൂരം എന്നറിയപ്പെടുന്നതിന് കാരണം ഒരു ചെറിയൊരു പൂരം തുടങ്ങാൻ നേരത്തെ ആദ്യം വാദ്യഘോഷങ്ങൾ പതിയെ കൊട്ടി കയറി പൂരത്തിൻ്റെ ഒടുക്കം മൂർധന്യാവസ്ഥ എത്തുന്ന സമയത്ത് എല്ലാ വാദ്യങ്ങളും ഒന്നിച്ച് കൊട്ടി അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് സമയമുണ്ട്, പൂരത്തിൻ്റെ ലാസ്റ്റ്. അപ്പോൾ ഭയങ്കരമായ ഒരു ഉച്ചസ്ഥായിലേക്ക് ആ പൂരം പോകുമല്ലോ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്, പൂരം നക്ഷത്രത്തിൽപ്പെട്ട കൊച്ചുകുട്ടി ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ്, 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യ കാലഘട്ടത്തെ വളരെ കുറ്റപ്പെടുത്തലായിരിക്കും. ആദ്യത്തെ 3 മാസത്തെ കുട്ടി വളരെ ആരോടും മിണ്ടുന്നില്ല, അനങ്ങാതിരിക്കുകയാണ്, ആരോട് സംസാരിക്കുന്നില്ല, പഠിത്തമൊന്നും പോരാ എന്ന് മാതാപിതാക്കളോട് ടീച്ചേഴ്സ് കുറ്റപ്പെടുന്നതായിട്ട് സങ്കല്പിക്കുക. ഇനി അതൊരു ഉദാഹരണമാണ് പറയുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ സങ്കല്പിക്കുക. അതിനുശേഷം ഒരു 3 മാസത്തിന് ശേഷം ആ കുട്ടി വളരെയധികം ഡെവലപ്പാകുന്നു. ഒരു ശകലം ചേഞ്ച് ആ വ്യക്തിയിൽ കാണും. കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ പകുതി എത്തുമ്പോഴത്തേക്കും കുട്ടി വളരെയധികം മിടുക്കനായി കഴിയും. ആ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായ കുട്ടി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൂരം നക്ഷത്രത്തിൽപ്പെട്ട കുട്ടിയാണ്. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അങ്ങനെ എന്ന രീതിയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് തന്നെ പുതിയൊരു വ്യക്തിയായി തീരുന്ന കഴിയും. ഇനി 2ാം ക്ലാസ്സിൽ എത്തുമ്പോഴും വീണ്ടും പഴയ പദ്ധതി തന്നെ. ആദ്യകാലത്ത് അനങ്ങാതിരിക്കുക, പകുതിയിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കുക. അതായത് ഒരു പൂരം ആരംഭിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ വളരെ ഹൈ ആവുന്ന പോലെ തന്നെയാണ് പൂരം നക്ഷത്രക്കാരുടെ അനുഭവം. ഇതുകൊണ്ട് തന്നെ ഇവരൊരു ജോലി സ്ഥലത്ത് ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഇതുപോലെ ആദ്യകാലത്ത് വളരെയധികം കുറ്റപ്പെടുത്തൽ, പകുതിയിലെത്തുമ്പോൾ ആ ഒരു കൊല്ലം കൊണ്ട് തന്നെ അവിടുത്തെ ഒരു ടീം ലീഡർ ആവാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ട്. ഒരു തവണ ഒരു ഫേസിൽ നിന്ന് മാറിയില്ലെങ്കിൽ, ഒരു ജോലി സ്ഥലത്തു നിന്ന് മാറിയില്ലെങ്കിൽ എക്കാലം ആ ജോലിയിൽ കിങ്ങാണ്. അടുത്ത വർഷം ഇവർ വീണ്ടും പഴയ പോലെ പുറകോട്ട് പോകുന്നില്ല. എവിടെയാണോ നിലനിൽക്കുന്നത് അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. മനസ്സിലായോ? ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുതിയ കുട്ടികൾ വരുന്നതുകൊണ്ട് മാത്രമാണ് പുതിയ രീതിയിൽ. ഓഫീസിൽ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായി അവർക്ക് ബുദ്ധിയും ബോധമൊക്കെ വളരെ ഉറച്ച് വിജയത്തിലേക്ക് പോയി കഴിയുമ്പോൾ വിജയത്തിലേക്ക് മാത്രം ഇവർ പോകും. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി ഇവർ കാത്ത് നിൽക്കാറില്ല. ഇവരുടെ അഭിപ്രായങ്ങളാണ് ഇവർക്ക് ശരി. അതുകൊണ്ട് തന്നെ വളരെയധികം വിജയസാധ്യത കൂടുതലാണ്. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കാതോർക്കുന്ന ആളുകൾക്ക് പരാജയങ്ങൾ സംഭവിക്കാനുള്ള വകയുണ്ട്. പക്ഷേ ഇവർക്ക് കാതോർത്ത് നിൽക്കുന്ന ടൈം ഇല്ല. കാരണം ഇവരുടെ ഇഷ്ടപ്രകാരം പലതരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ധൈര്യവുമുള്ള ആൾക്കാരാണ്. എല്ലാ ആളുകൾക്കും ധൈര്യം കിട്ടണമെന്നില്ല. അപ്പം ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മേഖലകളിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും അവർ പ്രവർത്തിക്കും. അതുപോലെ തന്നെ സൗന്ദര്യം, ആരോഗ്യം, ബുദ്ധിശക്തി, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ കഴിവുകളിലും ഇവർ ഉയർന്നു വരും. ധാരാളം സുഹൃത്ത് ബന്ധങ്ങളും ഇവർക്ക് വഴിയെ ഉണ്ടായി വരും. ഇതിലൂടെ തന്നെ ഇവർ ധാരാളം മേഖലകളിലേക്കും
സ്വന്തം ജനിച്ച നാട് വിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന സ്വഭാവക്കാരാണ് പൂരത്തിലുള്ളവർ. ആ ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന ആളുകളല്ല, അല്ലെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവിടെ തന്നെ തങ്ങി നിൽക്കുന്ന ആളുകളല്ല. അവർ പുറത്തേക്ക് പോവും. ഇനി വിവാഹിതരാണെങ്കിലും പുറത്തേക്ക് പോവും. അവർക്ക് ജീവിതത്തിൽ സഞ്ചാരം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സഞ്ചാരത്തിന് സ്വാതന്ത്ര്യമോ തടസ്സമോ സംഭവിക്കുന്ന നക്ഷത്രക്കാരുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും ബ്ലോക്കായി പോകുന്ന നക്ഷത്രക്കാരും ഉണ്ട്. ഒന്ന് എന്തെങ്കിലും പ്രയോഗങ്ങൾ വഴി, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ രോഗങ്ങൾ വഴി. പക്ഷേ ഏതൊരു പ്രശ്നത്തിലാണെങ്കിലും ജീവിതത്തിൽ സഞ്ചരിക്കേണ്ടതായ അവസ്ഥ വരുന്ന നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രം. നമുക്കറിയാം, സഞ്ചാരം രോഗത്തിന് ചികിത്സിക്കുന്ന ഒരു സഞ്ചാരം പോലും ചിലർക്കൊരു സഞ്ചാരം തന്നെയാണ്, ചിലപ്പോൾ ദൂരേക്ക് പോകേണ്ട അവസ്ഥകൾ വരിക. പക്ഷെ ഇതങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഇവരുടെ നല്ല ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടാണ് ഇവർക്ക് നല്ല സഞ്ചാരം വരുന്നത്. ഇപ്പോൾ സെലിബ്രിറ്റി ലെവലിലാണ്, ഫിലിം ഫീൽഡാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ധാരാളം സഞ്ചാരം അവർക്ക് ആവശ്യമാണ്. അതുപോലുള്ള മേഖലകൾ, പ്രസംഗം, പാട്ട്, എഴുത്ത് തുടങ്ങിയ കലാപരമായ സകല മേഖലകളിലും, അതുപോലെ ആയുധ നിർമ്മാണം അല്ലെങ്കിൽ ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയ സാധനങ്ങളുമായി ബന്ധമുള്ള ജോലികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ദൂരേക്കുള്ള ട്രാൻസ്പോർട്ടിങ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇവർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം സഞ്ചാരങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ആളുകളോട് ഇടപെടുന്ന രീതി, ഒരുപാട് ആളുകളോട് വളരെ മാന്യമായി ഇടപെടുകയും പെട്ടെന്ന് തന്നെ കോപിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പൂരം നക്ഷത്രക്കാർ. കാരണം പെട്ടെന്ന് ഇവർക്ക് ബുദ്ധികെട്ടുണ്ടാക്കുന്ന അസുഖകരമായ വാക്കുകൾ ഇവർ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ, ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ദിവസം, ശാരീരിക സുഖക്കുറവുള്ള ദിവസം, അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന ദിവസം ഒക്കെ ആരെങ്കിലുമായി എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം കോപിക്കുന്ന നക്ഷത്രമാണ് പൂരം നക്ഷത്രം എന്ന് പറയുന്നത്. കാരണം അവർക്ക് അങ്ങനെ കോപം വരാറില്ല, പക്ഷേ അവർക്ക് കോപം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഒരുപാട് വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെ പറയുകയും അതിനോട് വലിയൊരു പകയായിട്ട് അത് ജീവിതം ഉടനീളം നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ അല്പം ക്ഷമയെടുക്കുക എന്ന് പറയാനുള്ളത് വലിയൊരു പാഠമാണ്. കാരണം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീർച്ചയായും നിസാര കാര്യത്തിന് വലിയ വഴക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്ഷമിക്കാമെങ്കിൽ ക്ഷമിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളെപ്പോഴും ദേഷ്യപ്പെടാറില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ ശാരീരികമായി സംഭവിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഇതൊരു അറിവ് ശേഖരണമായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഇവരുടെ ജീവിതത്തിൽ ചില ആളുകൾക്ക് കൂടുതലും സാമ്പത്തികത്തിനോട് കൂടുതൽ ആഗ്രഹം കാണും. സാമ്പത്തികമായി വിജയിക്കാൻ കൂടുതൽ ആഗ്രഹം കാണും. ചെറിയ ആളുകളിലേക്ക് ജീവിതത്തിലേക്ക് സമ്പത്ത് തന്നെ വന്നു ചേരും. അതാണ് അടുത്ത പ്രത്യേകത. കാരണം എല്ലാ ആളുകളും സാമ്പത്തികമായി ഉയരാറില്ല. പക്ഷേ ഇവരുടെ ലൈഫിലോട്ട് സമ്പത്തിനെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ബിസിനസ് മൈൻഡുള്ള ആളുകളാണ്. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ബിസിനസ് മൈൻഡുള്ള ആളുകളാണ്. ഇവരെ ബിസിനസ് ഒന്നും പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് മൊത്തം അങ്ങനെയാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇപ്പം വിവാഹം എന്ന് പറയുന്നത് മസ്റ്റ് ആണ് എന്നുള്ള ചിന്താഗതിയൊന്നും ഇവർക്കില്ല. അത് പൂർണ്ണമായും വിവാഹത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊന്നും ഇവരുടെ ലൈഫിലേക്ക് ചിലപ്പോൾ വരാറില്ല. അത്തരം കാര്യങ്ങളിലല്ല, ബിസിനസ് മൈൻഡിനാണ് ഇവരെപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. കുടുംബവും മറ്റു കാര്യങ്ങളിലോട്ട് കൂടുതൽ അവർ മുൻതൂക്കം കൊടുക്കാറില്ല. മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിവാഹിതരായ ആളുകളാണെങ്കിൽ മാത്രമേ പിന്നീട് ഇവർ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു. അല്ലാത്തവരെല്ലാം തീർച്ചയായും അതിലോട്ട് വലിയ ശ്രദ്ധയില്ല. അതേപ്പറ്റി ആലോചിച്ച് ടെൻഷനാവുകയോ ഭയപ്പെടുകയോ പേടിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല ഈ പൂരം നക്ഷത്രത്തിൽ ഉള്ള ആളുകൾ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരേ രീതിയിൽ ബിസിനസ് ലെവലിലാണ് അവരുടെ മൈൻഡ് മുഴുവൻ പോകുന്നത്. എപ്പോഴും അവരുടെ അടുത്ത് സാമ്പത്തികമായി പണം എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാ നക്ഷത്രക്കാരുടെ കയ്യിലും എപ്പോഴും സമ്പത്ത് ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകേണ്ടതായ അവസ്ഥകൾ, സാഹചര്യങ്ങൾ തന്നെ കൊണ്ടെത്തിക്കാറുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിലേക്ക് ഭക്ഷണത്തിനോ സമ്പത്തിനോ ബുദ്ധിമുട്ടൊന്നും കാണുകയില്ല. ആഭരണങ്ങൾക്കും ബുദ്ധിമുട്ടൊന്നും കാണുകയില്ല. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ബിസിനസ് മൈൻഡിൽ തന്നെയാണ് ഇവരുടെ ലൈഫ്. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന വാക്കുകൾ പറയാൻ ഇവർക്ക് കഴിവുണ്ട്. മറ്റുള്ളവരെ ബിസിനസ് പരമായി രക്ഷപ്പെടുന്ന മാർഗങ്ങൾ പറഞ്ഞ് മറ്റ് നല്ല വഴിയിലേക്ക് എത്തിക്കുക. അതായത് നന്മയുടെ പാതയിലേക്ക് സഞ്ചരിപ്പിക്കുന്നു എന്നല്ല ഇവിടെ അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ മാനസാന്തരം വരുത്തിക്കുന്നു എന്നല്ല ഇവിടെ പറയുന്നത്. ഒരാൾ സാമ്പത്തികമായി വളരെ തോറ്റിരിക്കുന്ന ഒരവസ്ഥയിൽ അവരോട് ഇന്ന ബിസിനസ് ചെയ്ത് നിങ്ങൾ ഉയർത്തെഴുന്നേക്കണം എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം, ഒരു പ്രചോദനവും കൊടുക്കാൻ കഴിവുള്ള ആളുകളാണ്
ഈ പൂരം നക്ഷത്രക്കാർ. അതിപ്പോൾ പൊരുത്തമുള്ള നക്ഷത്രക്കാരോടാണെങ്കിലും ഇവർ സംസാരിക്കും, പൊരുത്തമില്ലാത്തവരോടാണെങ്കിലും ഇവർ സംസാരിക്കും. പൊരുത്തമില്ലാത്ത ആളുകളുമായി പെട്ടെന്ന് തന്നെ വാക്കുകൾക്കും ഉണ്ടാകാനുള്ള സാധ്യത പൂരം നക്ഷത്രക്കാർക്ക് കൂടുതലാണെന്ന് മനസ്സിലാക്കുക. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അല്പം കൂടുതലായിട്ട് പൂരം നക്ഷത്രക്കാരുടെ മുമ്പിൽ ഓപ്പോസിറ്റ് പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാർ വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും വാക്കുതർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും പൂരം നക്ഷത്രത്തോട് പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളാണ് പൂരാടം നക്ഷത്രം, അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രം, മനസ്സിലായോ, അതുപോലെ ഉത്രാടം നക്ഷത്രം, മനസ്സിലായോ, അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രത്തിന് പൊരുത്തമുണ്ട് എങ്കിലും അതത്ര ശുഭകരം അല്ല എന്നുള്ള കാര്യം കൂടി. പൊരുത്തമുള്ള നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രവും അതുപോലെ തന്നെ രേവതി നക്ഷത്രവും അതുപോലെ ചതയൻ നക്ഷത്രം തുടങ്ങിയവയൊക്കെയായിട്ട് ആവശ്യമുള്ള പൊരുത്തമുണ്ട്. എങ്കിലും ഇവരുടെ കോപാകുലമായ ചില സമയത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് പൊരുത്തമില്ലാത്തവരായിക്കോട്ടെ പൊരുത്തമുള്ളവരായിക്കോട്ടെ ചിലപ്പോൾ വാക്കുതർക്കം, വഴക്ക് തുടങ്ങിയവ എല്ലാം വളരെ വലിയ രീതിയിൽ സംഭവിക്കാനായിട്ട് ഇടയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയോട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.